ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് എല്ലാ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൻ്റെ കൂടെയും നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് അണ്ടർ 300 റുപ്പീസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കുറേ സാധനം ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ മീഷോയിൽ നിന്നാണ്. ബാക്കി ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഓഫർ പ്രൈസ് വരുമല്ലോ, ആ സമയത്താണ് ഞാൻ കൂടുതൽ എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം 300 റുപ്പീസിനകത്തുള്ളതാണ്. ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളാണ് കണ്ടോ, നമ്മുടെ ഈ കാശിമാലയുടെ ഒരു ട്രഡീഷണൽ ലുക്ക് എന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ സാരിയുടെ കൂടെ വെയർ ചെയ്താൽ പൊളി ലുക്കാണ് കണ്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 150 ആണ് കേട്ടോ. 150 ആണ് ഇതിൻ്റെ വർത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷേ വളരെ നല്ലൊരു ഹാൻഡ്സം ലുക്ക് നമുക്കിതിൽ കിട്ടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനൊരു ഈ നമ്മുടെ കാശിൻ്റെ തന്നെ ഒരു കുഞ്ഞ് കമ്മൽ കൂടെ ഇതിന് മാച്ചായിട്ട് വരുന്നുണ്ട്. ഇത് സാധാ നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കൂടുതലും ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സിന് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. കാരണം അതാണ് നമുക്കൊരു നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്സിഡൈസ് ആയിട്ടുള്ളത് നമുക്കൊരു വെറൈറ്റി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, ഇത് മാല ഒരു നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഇതും നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. സെറ്റ് സാരിക്ക് നല്ലൊരു ലുക്കായിരിക്കും ഇത്. ഇതിനൊരു സിമ്പിളായിട്ടുള്ളൊരു കമ്മലുണ്ട് കണ്ടോ, ഇതാണ് കണ്ടോ. ഇത് നമുക്ക് വെറും 280 റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓർണമെൻ്റാണ് കേട്ടോ ഇത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ലാച്ചയൊക്കെ ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് അതിനെ മാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ സാരിയുടെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ നല്ല കഴുത്തിറങ്ങിയ ചുരിദാറുണ്ടല്ലോ, ആ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു ലുക്കാണ് കേട്ടോ. ഈ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സംഭവം ഇതെൻ്റെ ഒരു കണ്ണൂർ യാത്രയിൽ ഞാൻ ഒപ്പിച്ചൊരു സംഭവമാണ്. ഇത് നമ്മുടെ മീഷോയിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് അവിടെ നിന്ന് മേടിച്ചപ്പോൾ വെറും 100 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് കണ്ടോ. നല്ലൊരു സംഭവം. ഇതിനൊരു കമ്മൽ കൂടെ ഉണ്ട് കേട്ടോ, ഇത് കണ്ടോ. കാരണം നമ്മൾ എപ്പോഴും ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലോ കോസ്റ്റിലായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അത് ഇരിക്കുകയും ചെയ്യും. നമുക്ക് വെറൈറ്റി ആയിട്ട് ഇടാം. പക്ഷേ വില കൂടിക്കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലല്ലോ. നെക്സ്റ്റ് ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടാൽ തോന്നും ഇതെന്താ ഡാൻസിനാണോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഇത് സംഭവം നമ്മുടെ മീഷോയാണ് കേട്ടോ. പൊളിയാണ് സംഭവം. ഇത് നമ്മൾ എങ്ങനെ വെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു സാരി, പ്ലെയിൻ സാരിക്ക് ഏറ്റവും ഭയങ്കര ലുക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവം. ഇത് ഞാൻ വില എത്രയാണെന്ന് ഓർക്കുന്നില്ല, കുറച്ച് നാളായി. ഇതിന് നമുക്ക് കമ്മൽ കൂടി വരുന്നുണ്ട്. അത് ഇതേ മോഡൽ കമ്മലാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ ഇതെനിക്ക് വളരെ പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അവർക്ക് പട്ടുപാവാട അങ്ങനെയൊക്കെ ഇടുന്ന സമയത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ചോപ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നൊരു സംഭവമാണ് ചോപ്പർ. നമ്മൾ മാരേജ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ സാരിയുടെ കൂടെ ഏറ്റവും സിമ്പിളായിട്ടൊരു ചോപ്പർ ഇട്ട് നമ്മൾ നല്ല പോണിറ്റെയിലൊക്കെ കെട്ടി ഫ്ലവറൊക്കെ വെച്ച് അതൊരു സ്പെഷ്യൽ ലുക്കാണ് കേട്ടോ. ഇപ്പോൾ ഓർണമെൻറ്റ്സിന് പകരം നമുക്ക് കണ്ടോ ഈ ചോപ്പർ. ഇത് നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 320 റുപ്പീസ് അങ്ങനെ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതേ സംഭവം വരുന്ന കമ്മലുണ്ട്. ഈ സെൻറ്ററിൽ വരുന്നില്ലേ, ഇതിന് മാച്ച് ചെയ്യുന്ന കമ്മൽ കൂടിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ പേർക്കും ഇഷ്ടമുള്ള ദേവിയുടെ ഒക്കെ നമുക്ക് ക്ഷേത്രത്തിൽ ടെമ്പിൾ സെറ്റ് ആയിട്ടോ. ഇത് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം
നല്ലൊരു ലുക്കാണ്. ഇത് നിങ്ങൾക്കെല്ലാം നല്ല പരിചയമുണ്ട്. നമ്മുടെ മീഷോയിൽ വളരെയധികം എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മേടിച്ചിട്ട് ഒരു 2 ഇയറൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ ഒരു ഡാമേജും ഇല്ല, നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. സാരിയുടെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മൾ സെറ്റ് ഉടുത്തിട്ട് ഇതൊക്കെ ഇട്ടാൽ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. കണ്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കും ലോ കോസ്റ്റിൽ മീഷോ വഴിയൊക്കെ ഇത് ഓർഡർ ചെയ്യാം. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായിട്ട് നമുക്ക് ലോങ് ടൈപ്പ് മാലയാണ് കേട്ടോ. ഇതൊരു ലോങ് ടൈപ്പ് മാലയാണ്. കണ്ടോ നമ്മൾ പട്ടുസാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് കണ്ടോ വളരെ മനോഹരമായിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് തരും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ജിമിക്കി മോഡൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലാസിക് ലുക്ക് കിട്ടും കേട്ടോ. സംഭവം കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് മേടിച്ചത് എൻ്റെ മോൾക്ക് ഡാൻസിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അവൾ LKG പഠിച്ചപ്പോൾ മേടിച്ചതാണ്. പക്ഷേ നല്ലൊരു സംഭവമാണ് ഇത്. അന്ന് വെറും 180 റുപ്പീസിന് ഞാൻ മേടിച്ചതാണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കണ്ടോ സിമ്പിൾ ഹമ്പിൾ ലുക്ക് തരുന്ന സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ സൂപ്പറാണ് കേട്ടോ. ഇതിന് നമ്മുടെ ഇതുപോലത്തെ കമ്മൽ കൂടി വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ചുരിദാർ സെറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാം, സാരിയുടെ കൂടെ പെയർ ചെയ്യാം, ലാച്ചയുടെ കൂടെ പെയർ ചെയ്യാം. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല രീതിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഫംഗ്ഷന് നമുക്ക് ഗോൾഡ് ഒന്നും യൂസ് ചെയ്യേണ്ട നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. അവർക്ക് നമുക്ക് വിശ്വസിച്ച് അവർക്ക് ഗോൾഡ് ഒന്നും യൂസ് ചെയ്യാതെ നല്ലൊരു രീതിയിൽ അവരെ കൊണ്ടുപോകാൻ പറ്റും. അടുത്തതാണ് വീണ്ടും ഒരു ചോപ്പർ. കണ്ടോ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡാൻസിനും യൂസ് ചെയ്യാം, നമുക്ക് സെറ്റിൻ്റെ കൂടെ നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് കണ്ടോ സെറ്റ് സാരി, അതിനാണ് ഇത് ഏറ്റവും വലിയ സംഭവം കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ കണ്ടോ ഇങ്ങനൊരു കമ്മലും കൂടി ആയാൽ നമ്മുടെ ലുക്ക് ഒന്ന് പൊളിക്കാം. ഇത് സംഭവം ഇതിപ്പോൾ മേടിച്ചതല്ല, ഇപ്പോൾ ഇത് നല്ല റേറ്റ് ഉണ്ട്. ഇത് ഞാൻ ഡാൻസിന് വേണ്ടി ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് മേടിച്ചതാണ്. എൻ്റെ ഒരു 10 വർഷം മുമ്പായിരിക്കും. പക്ഷേ ആ സാധനത്തിൻ്റെ ക്വാളിറ്റി കണ്ടോ, 10 വർഷം മുമ്പുള്ളതാണെങ്കിലും ഇന്നും അത്രയും ഭയങ്കരമായിട്ട് നിൽക്കുന്നു. ഇതൊരു പിന്നൊക്കെ നിങ്ങൾ കാണുന്നു, അതവിടുത്തെ ഇത് ഇളകിപ്പോയി. ഞാനതൊക്കെ വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മൾ കെട്ടിയെടുത്ത് അത് യൂസ് ചെയ്യാം. എന്തായാലും നമ്മുടെ കയ്യിലുണ്ടല്ലോ ഐറ്റം. അടുത്തതായി വീണ്ടും നമ്മുടെ മീഷോ പൊളിയല്ലേ. കണ്ടോ സംഭവം ഇത് നല്ലൊരു ഞാൻ ഒരു കൃഷ്ണഭക്തിയും കൂടി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ എന്നെ വല്ലാതെ ആകർഷിക്കാറുണ്ട് കേട്ടോ. ലോങ് ചെയിനാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ കാണിക്കണ്ടോ, നല്ലൊരു ലുക്കാണ്. ഇത് നമ്മൾ സാരി വെയറാണ്, സാരിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട് നല്ലൊരു ലുക്ക്, സാരിക്ക് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കണ്ണാടി. ഇതെവിടെ കണ്ണാടി കണ്ടാലും അവിടെ ഞാൻ പോയി തലവയ്ക്കും. കണ്ടോ സംഭവം. ഇത് ഞാൻ നമ്മുടെ ഫുട്പാത്തിലൊക്കെ ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് സാധനം വിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇത് കിട്ടും. പക്ഷെ അവിടെ നല്ല റേറ്റാണ് കേട്ടോ. ഞാൻ പോയപ്പോൾ ഒരു 400 ഒക്കെ പറഞ്ഞതാണ്. ഇത് നമ്മുടെ മീഷോ കണ്ടോ. മീഷോ ഞാൻ പറഞ്ഞില്ലേ, കാരണം നമ്മളെപ്പോഴും മീഷോയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ആദ്യം റേറ്റിംഗ് നോക്കുക, പിന്നെ അതിൽ ഒത്തിരി ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഓരോ ആൾക്കാരും ഏതൊക്കെ അത് ഇട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ലുക്ക് ഉണ്ടല്ലോ, അതും കൂടി നോക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ റിവ്യൂ നോക്കിയിട്ട്
ഓർണമെൻറ്റ്സ് നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് വലിയ ചതികളിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ ഇങ്ങനത്തതെല്ലാം എന്താണ് നമ്മൾ കാർഡിൽ ആഡ് ചെയ്ത് വയ്ക്കും. ഇതിന് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓഫർ പ്രൈസ് വരുമല്ലോ. ഓഫർ പ്രൈസ് വരുമ്പോൾ തന്നെ ഞാൻ ഇതിനെ ബുക്ക് ചെയ്യും. ഇത് വെറും 180 റുപ്പീസിന് ഞാൻ വാങ്ങിയ സാധനമാണ്. പക്ഷെ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ സാരി ഉടുത്തിട്ട് ഇതൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. എന്ത് ലുക്കാണെന്നറിയാവോ? സിമ്പിളാണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ലുക്കാണിത്. ഓക്കെ, എന്നാൽ എന്നെ മീഷോ പറ്റിച്ചിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, ഇത് കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഞാൻ മേടിച്ച സമയത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് കമ്മലുണ്ടായിരുന്നു, റിങ് ഉണ്ടായിരുന്നു. നല്ല ലുക്കാണ് കേട്ടോ, നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇത് പക്ഷേ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ മോൾക്കാണ്. മോൾക്ക് നല്ല ബ്ലൂ സ്കർട്ടിൻ്റെ കൂടെ ഇത് ഇട്ട് നന്നായിട്ട് ഞാൻ ഫങ്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 1 ഇയർ ആയിട്ടേ ഉള്ളൂ. മീഷോ എന്നെ തേച്ചു. കണ്ടോ, എല്ലാം എന്താ ഇരുമ്പ് പിടിച്ചു ഗൈസ്, ഇരുമ്പ് പിടിച്ചു. സാരമില്ല, എല്ലാ പേർക്കും ഒരബദ്ധം പറ്റുമല്ലോ. പക്ഷേ എന്നെ ആദ്യമായിട്ട് മീഷോ ചതിച്ചത് ഈ ഒരു സാധനത്തിൽ മാത്രമാണ്. നെക്സ്റ്റ് നമ്മുടെ ഐറ്റം കണ്ടോ, സൂപ്പർ. ഇത് ഒരു 150 റുപ്പീസിൻ്റെ സാധനമാണ്. പൊളിച്ചില്ലേ? ഇതിൻ്റെ അതേ കമ്മലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് ഞാൻ കരുതി ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് തോന്നി. ഇനിയും വളരെയധികം കളക്ഷൻസ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ നമ്മൾ സാരിയുടെ കൂടെയൊക്കെ വളരെ വെറൈറ്റി ആയിട്ട് അണിഞ്ഞൊരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എപ്പോഴും ഞാൻ കോസ്റ്റ് നോക്കി മാത്രമേ കളിക്കുകയുള്ളൂ. ഒരു 800 500 അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അതിനെ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. എന്നിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ മീഷോ വരും, അല്ലെങ്കിൽ വേറൊരു ഓൺലൈൻ പർച്ചേസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫർ വരുന്ന സമയത്ത് മാത്രം പർച്ചേസ് ചെയ്യും. അല്ലാതെ ബൾക്കായിട്ട് ഒറ്റ സമയത്ത് ഞാൻ ഒരു സാധനവും മേടിക്കാറില്ല. ഓരോ ടൈം കണക്കാക്കി വാങ്ങും. പക്ഷെ നമ്മളത് കീപ്പ് ചെയ്യുക കേട്ടോ, അത് വളരെ വലിയ കാര്യമാണ്. നമ്മൾ പോയതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും വേറെ ചെയ്ത് പോകും. പോയിട്ട് വന്നതിന് ശേഷം ഇതിനെ നമ്മൾ നല്ല കാറ്റ് കൊള്ളാൻ വേണ്ടി വയ്ക്കണം. കാറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ വിയർപ്പും ഇതെല്ലാം പോകും. നെക്സ്റ്റ് നമ്മൾ ഓരോ പ്രത്യേക കവറ്, അതിനകത്ത് ഓരോ ഓർണമെൻറ്റ്സ്, ഒരു മാല, അതിൻ്റെ കമ്മൽ അങ്ങനെ വെച്ച് നമ്മൾ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സിലടച്ച് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സെറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സമയം ഒരു 10 വർഷത്തിൽ കൂടുതലായ സംഭവമാണ്. കണ്ടോ, ഇത്രയും നല്ലതായിരിക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എത്രയായിരിക്കും? അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ സമയത്ത് വാങ്ങുന്ന കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ കാണും. ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആവുമല്ലോ. ആദ്യം ഇത് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു ഓർണമെൻറ്റ്സിൽ നിന്ന് കളിക്കും. അപ്പോൾ നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ 1-2 തവണ ഇടുക, എന്നിട്ട് നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യുക. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളിത് ഇറക്കുമ്പോൾ നമുക്ക് മാത്രമുള്ള ഒരു ട്രെൻഡി ഐറ്റമായിട്ട് നമുക്ക് തിളങ്ങാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.